സിനിമ ബാഹ്യമായ കുറെ വിഷയങ്ങളിൽ മണി വിവാദ നായകനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അതെങ്ങനെ സംഭവിക്കുന്നു? സിനിമ ബാഹ്യമായ വിഷയങ്ങളിൽ എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഇങ്ങനെ വരുന്നുണ്ട്. അവരും കൂടി ഉള്ളൂ, അത് പൂർത്തീകരിക്കാനാണോ പറയുന്നത്? നേരത്തെ ഫോറസ്റ്റ് ഏരിയ പ്രസിഡന്റ്, ഇപ്പൊ സെൻട്രൽ കസ്റ്റംസ് ഏരിയ പ്രസിഡന്റ്, അതിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് എന്താണ് പ്രതികരണം? അതിന് ഒറ്റ വാക്കിൽ പറയാനുള്ളത്, കഷ്ടകാലം വോട്ടേഴ്സ് വിളിച്ച് വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ടില്ലേ, അങ്ങനെയാണ് വന്നോണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് അന്വേഷിച്ചു വരും. നമ്മുടെ വീടിന്റെ അടുത്ത് മണിയുടെ കാര്യത്തിൽ മാത്രമല്ല, പൊതുവിൽ മലയാളത്തിൽ നടക്കുന്ന ഇപ്പൊ സിനിമയേക്കാൾ കൂടുതൽ ചർച്ച ഇവിടെ നടക്കുന്നത് കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ചാണ്. അപ്പൊ സിനിമക്കാരുമായിട്ടുള്ള അവരുടെ സിനിമയുടെ വിഷയത്തിൽ പോകുന്നതിന്റെ പകരം മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ശരിയായ രീതി അല്ലല്ലോ. അതാ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞ നമ്മൾ ഈ സെലിബ്രിറ്റിയെ ഏർപ്പെടുന്നുണ്ട്. സെലിബ്രിറ്റിയെ കൂടുതൽ ന്യൂസ് കിട്ടുന്ന, വാർത്തകൾ കിട്ടുന്ന ഒരു സംഭവമാണ് സെലിബ്രിറ്റി. ഇന്നലെ മൈഥിലി കുട്ടിയുടെ പേര് ശ്രാവ്യ, പാവ ചിപ്പി, അതിനൊക്കെ ഉൾപ്പെടുത്തി, അത് വീട്ടില് കുടുംബമായിട്ട് കഴിയുന്ന കുട്ടിയാണ് രഞ്ജിതന്റെ, അതിനൊക്കെ ഉൾപ്പെടുത്തി വെറുതെ ഓരോ ഗോസിപ്പുകൾ ഉണ്ടാക്കി വാർത്ത ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയത്. അതിന്റെ ബാക്കിൽ സത്യാവസ്ഥ എന്താന്നുള്ളത് അറിയാനുള്ള ഒരു മനോഭാവം ഇവിടെ ആരും കാണിക്കണില്ല എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ എന്തായാലും കുറ്റം നടക്കുമ്പോ രണ്ട് പക്ഷം ഉണ്ടാവും. ആ രണ്ടുപേരുടെ അടുത്ത് ചോദിക്കണം എന്താണ് ആക്ച്വലി സംഭവിച്ചത്, ഇത് ഇന്നതാണ് എന്താ സംഭവിച്ചത്. ഒരാളുടെ അടുത്ത് മാത്രം പോയി ചോദിച്ചിട്ട് അതിന് മാത്രം അത് നല്ല കാര്യമല്ല. ഇവിടെ സത്യത്തിന് യാതൊരു കഴമ്പില്ല എന്നുള്ളതാണ്. ഒരു അതാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ ഇവിടെ ഒരേ പ്രശ്നങ്ങൾ, എന്നിൽ ഉണ്ടായിട്ടുള്ള ഒരേ പ്രശ്നങ്ങളും അങ്ങനെ തന്നെയാണ്. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ വീട്ടിൽ ജനിച്ച ഒരാളാണ്. എനിക്ക് ഈ തല്ലുണ്ടാക്കി നടക്കലല്ല എന്റെ ജോലി, അഭിനയിക്കുന്നതാണ്. പക്ഷെ നമ്മള് ചെല്ലുന്ന അവർക്ക് എന്തോ നമ്മൾ ചെയ്യുന്ന വേഷങ്ങൾ അവരെ കളിയാക്കി ചെയ്യുന്നോണ്ടാണോ ഇവർക്കൊക്കെ നമ്മളോട് ശത്രുത എന്നുള്ള ഒരു ഉണ്ടായിരിക്കും. കാരണം മലയാള സിനിമയിൽ ഞാൻ ഇപ്പൊ പോലീസിന്റെ വേഷം ബെൻ ജോൺസണിൽ നല്ല പോലീസുകാരനാണ്, പക്ഷെ അതിലും വൃത്തികെട്ട പോലീസുകാരനായിട്ട് ഞാൻ വേറെ പല പടത്തിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണുമ്പോ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരാൾക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ചെളി വാരി തേക്കണം എന്തിനാ. അതും ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്റെ പേരിലുള്ള ഇത്തരത്തിലുള്ള കുറ്റങ്ങളും അപരാധങ്ങളും ഉണ്ടായിട്ടുള്ളത് മൊത്തം ചാലക്കുടിയിൽ മാത്രമാണ്. വേറെ ഈ കേരളത്തിന്റെ ഒരു ദിക്കിലും ഏത് സ്ഥലത്ത് പോയാലും എല്ലാ പോലീസ് ഓഫീസർമാരും, ഞാനിപ്പോ പുറത്ത് വെളിനാട്ടില് ഈ അങ്കമാലി വിട്ട് അങ്ങോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്കുള്ള സ്ഥലത്ത് പ്രോഗ്രാമിന് പോകണമെന്നുണ്ടെങ്കിൽ ആ പോലീസ് ഓഫീസർമാര് പോലീസ് ജീപ്പിൽ കയറ്റിയിട്ട് എന്നെ കൊണ്ടുവന്ന് എന്റെ വണ്ടിയിലുള്ള സാറുമാർ കൂടി ഉണ്ടെന്നുള്ളതാണ്. ആ സാറുമാര് വരെ ഉണ്ടെന്നുള്ളതാണ്. ഇതിനകത്ത് ഒരാളായിരിക്കും ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. പക്ഷെ ഏക്കപ്പേര് വരുമ്പോ എല്ലാവർക്കും കൂടിയിട്ടാണ്. ഞാൻ ഫോറസ്റ്റ് ഈ ടൂറിനൊക്കെ പോകുമ്പോ മറ്റേ നിലമ്പൂര്, വയനാട്, മൂന്നാറ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോ ഈ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഒക്കെ നമ്മുടെ റൂമിലൊക്കെ വന്നിട്ട് സുഖല്ലേ മണി സാർ ഇതുണ്ട്, എന്നെ സാറേ എന്ന് വിളിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ എന്നാലും അവരുടെ ബഹുമാനം കൊണ്ട് എന്താ സാർ സുഖല്ലേ, ഇവിടെ എവിടെയെങ്കിലും കാണാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ പോവാട്ടോ, നമ്മുടെ ജീപ്പുണ്ട് കാണിക്കാം, അങ്ങനെ പെരുമാറുന്ന എത്രയോ സാറുമാരുണ്ടെന്നറിയാം. പക്ഷെ ഇവിടെ ചാലക്കുടിയിൽ ഇവിടെ ഉണ്ടായത് ചാലക്കുടിയിൽ മാത്രം. അതും എന്റെ വീടിന്റെ അടുത്ത് ഉള്ള ആൾക്കാരാണ് എന്നെ സംഭവിക്കുന്ന കാര്യമാണ്. തൊട്ടടുത്തുള്ള ആൾക്കാരാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം അതാ. പക്ഷെ അതെന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തന്നെ അതിന്റെ മുറ്റത്തെ മണിക്ക് ശബ്ദമുണ്ട്. അല്ല, മുറ്റത്തെ മണിക്ക് ശബ്ദം, പക്ഷെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാത്ത ഞാൻ തന്നെ അതിന്റെ മൂട്ടി കൊണ്ടേ മൂത്രം വെച്ചിട്ടാ. അല്ലെ പിന്നെ ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മൊത്തം സിനിമയിൽ വന്നിട്ട് എത്ര സിൽവർ ജൂബിലി കഴിഞ്ഞില്ലേ? സിൽവർ ഞാൻ അതൊന്നും നോക്കാറില്ല. അല്ല, ഞാൻ ചോദിക്കണതല്ല, ഞാൻ സിനിമയുടെ എണ്ണം നോക്കിയിട്ടില്ല. എണ്ണം വേണ്ട. അടുത്ത വരുന്ന 95 പുതിയ നടന്മാരും പുതിയ ആളുകളും ഗായകരും വരുമ്പോൾ അവരോട് എന്താണ് പറയാനുള്ള വസ്തുതയില്? അല്ല, ഞാൻ അവർക്ക് അനുഭവ സമ്പത്തും ഒരനുഭവം കൊണ്ട് രൂപപ്പെട്ടൊരു നടൻ, ഞാൻ അവരെ കുറിച്ച് അവരോടൊന്നും പറയാനില്ല. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പരദൂഷണം പറയാതിരിക്കുക. അല്ല, എന്തായാലും പറയാലോ, പരദൂഷണം പറയാതിരിക്കുക, എളിമയിൽ നിന്ന് വലിമ വാങ്ങിക്കുക, ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടാതിരിക്കുക, വന്നിക്കാൻ പറ്റില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക. ഇത്ര സാധനം പിടിച്ചാൽ മതി, ധാരാളമായി. ഈ മണിമുഴക്കം കടൽ കടന്നും കേൾപ്പിച്ചിട്ടുണ്ടല്ലോ,
അപ്പോൾ ഈ കടൽ കടന്ന് പോയിട്ടുള്ള അനുഭവങ്ങൾ എങ്ങനെ തോന്നുന്നു? വിദേശ മലയാളിയായിട്ടുള്ള സമ്പർക്കം? വിദേശി, അതായത് പ്രവാസി മലയാളികളാണ് എന്നെ ഏറ്റവും കൂടുതൽ വളർത്തിയിട്ടുള്ളത്. പ്രവാസി മലയാളികളോട് ഒരുപാട് നന്ദിയും കടപ്പെട്ടവനാണ് ഞാൻ. കാരണം ഈ കത്തിക്കരിഞ്ഞിരിക്കുന്ന സമയം, ജുബ്ബയിട്ട് കഴിഞ്ഞാൽ ജുബ്ബയ്ക്കകത്ത് ആളുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം ജുബ്ബയുടെ കളർ മാത്രമേ കാണുന്നുള്ളൂ, ആളതിനകത്ത് ഉണ്ടെന്നുള്ള അറിയില്ല. കരിഞ്ഞിരുന്നിട്ട് ആളുണ്ടോ, അതിലാളുണ്ടോ എന്നുള്ള സൗണ്ട് മാത്രം വരണ്ട്. ആ ഒരു കാലഘട്ടത്തെ എന്നെ രക്ഷപ്പെടുത്തിയത് പ്രവാസി മലയാളികളാണ്. ശരി. അത് എൻ്റെ ചങ്കറ്റ് പോയാലും ആ നന്ദിയും കടപ്പാടും എനിക്ക് അവരോട് എന്നുണ്ടായിരിക്കുന്നുള്ളതാണ്. ഞാൻ പല സ്റ്റേജുകളിലും പറഞ്ഞിട്ടുള്ളതാണ് വിദേശയാത്രയിൽ പറ്റിയൊരു അനുഭവം. എന്നാലും ACV പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ ആ അനുഭവം പങ്കുവയ്ക്കുകയാണ്. പ്രത്യേകിച്ച് ചേട്ടനും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്. ഞങ്ങൾ ദുബായ് ഷോയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് നാദിർഷയുടെ ഭാര്യ, നടൻ ദിലീപിന്റെ ഭാര്യ, ഞാൻ, എൻ്റെ സ്വന്തം ഭാര്യ, അല്ല എനിക്കൊരു ഭാര്യ. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പോകുമ്പോൾ അവിടെ അറബി രാജ്യത്ത് ചെന്നപ്പോൾ ഞങ്ങളുടെ വിസയ്ക്ക് ചെറിയൊരു കംപ്ലൈന്റ്. ഇപ്പൊ വിസയ്ക്ക് കംപ്ലൈന്റ് വന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിമായിട്ട് നാദിർഷ മാത്രമേ ഉള്ളൂ. ഞാൻ നാദിർഷയോട് പറഞ്ഞു, നാദിർഷ നീ ഫ്രണ്ടിൽ നിൽക്ക്, അറബി അസ്ലാം വലൈക്കും പറഞ്ഞ വാലൈക്കും സലാം കേ ഫലക് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മറുപടി പറയാൻ നിനക്കറിയുള്ളൂ, അതുകൊണ്ട് നീ ഫ്രണ്ടിൽ നിൽക്കാൻ പറഞ്ഞു. ഞാൻ അറബി സിനിമയിൽ അഭിനയിക്കോ ഞാനിവിടെ ഉറുദുവിൽ അഭിനയിക്കാൻ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോ ചോദിച്ചു, നാദിർഷ പറഞ്ഞു, എടാ നീ അത് പേടിക്കണ്ട, അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നാദിർഷ ഫ്രണ്ടിൽ നിന്നു. അതിന്റെ ബാക്കിൽ നാദിർഷയുടെ ഭാര്യ ദിലീപിന്റെ ഭാര്യ മഞ്ജു വാര്യർ, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഭാര്യ, എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ ഈ അറബി നാദിർഷയുടെ വിസ എടുത്തിട്ട് അറബി ചോദിച്ചു, അപ്പൊ നാദിർഷ പറഞ്ഞു, ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന്. ഇതിനു മുമ്പ് എന്തുണ്ടായി ഇവനറിയില്ല. ഇവനോട് അറബി പറഞ്ഞു, അവനെ പിടിച്ച് മാറ്റി നിർത്താൻ പറഞ്ഞു. അവനെ മാറ്റി നിർത്തി. അടുത്ത് ദിലീപിന്റെ വിസ നോക്കിയിട്ട് അറബി ചോദിച്ചു, ആ അതേപോലെ തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവനോടും പറഞ്ഞു, ദിലീപിനോടും പറഞ്ഞു അറബി, അവനും പിടിച്ച് മാറ്റി നിർത്താൻ പറഞ്ഞു. അടുത്ത് ഞാനാ. എന്നെ കണ്ടപ്പോഴേ ഈ അറബിക്ക് ഒരു കള്ളലക്ഷണം ഫീൽ ചെയ്യുന്നുള്ളതാ. എന്റെ അടിമോള് മോള് വരെ നോക്കിയിട്ട് അറബി ചോദിച്ചു, ഞാൻ പറഞ്ഞു അപ്പൊ എന്നെ വിസടിച്ചു. അപ്പൊ തന്നെ വിസടിച്ചു. ഞാൻ പറഞ്ഞു വേറൊന്നല്ല, വല്ലത്ര ഫ്രകത്ര വല്ല നിർത്തി നീ ശരിയാക്കി കഴിയും, വല്ല നിർത്തി നീ ശരിയാക്കി. പക്ഷെ ഈ അറബിക്ക് മനസ്സിലായി, എന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി, ഭാഷ അറിയാത്തതുകൊണ്ടാണ്. എനിക്ക് അപ്പൊ എന്നെ വിസടിച്ചു. ഞാൻ ഈ വിസ അടിച്ച് ഞാൻ പോകുമ്പോൾ ഈ അറബി താടിക്ക് എടുത്തോണ്ടിരിക്കുക. എന്ത് പണ്ടാറാണ് ഈ പന്നി പറഞ്ഞത്? അറബിയുടെ കാരണം ഞാൻ കാട്ടറബി എന്നാ. പക്ഷെ എനിക്ക് വിസ കിട്ടി. നമ്മൾ എവിടെ ചെന്നാലും പൂച്ചയുടെ പോലെയാ, 4 കാലില് വീഴുള്ളൂ. എല്ലാം പെട്ടെന്നായിരിക്കും. അല്ല മണി കിട്ടും അതാണ് നമ്മൾ തന്നെ കേട്ടുള്ളൂ. അല്ല ഞാൻ എന്റെ കാര്യം അതാ പറഞ്ഞ, എല്ലാം പെട്ടെന്നായിരിക്കും. അളിയും വരുന്നതും പെങ്ങളെ കൊണ്ടുപോകണം, നമുക്ക് അധികം സമയമില്ല. അതാണ് വിദേശത്തെ ഒരു അനുഭവം.